CV ശ്രീരാമൻ്റെ ഒട്ടുചെടി എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ബിശ്വേശ്വർ ഗരാമിയെയും മൈഥിലി പരിമാണിക്കിനെയും കൂട്ടിച്ചേർത്ത കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇപ്പോഴേ ആ സ്ഥലത്തേക്ക് 22 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ എത്തുകയാണല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബസ് യാത്രക്കിടയിൽ ആ സംഭവം മനസ്സിനെ പിടികൂടിയത് എന്നറിയില്ല. ഓർമ്മകൾ ഒഴുക്കുവെള്ളത്തിലെന്നോണം ഇച്ഛയ്ക്ക് അതീതമായി കൈവിട്ടു പോവുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ബസ് നിർത്തുവാൻ പറഞ്ഞു. സാർ, ബോട്ടാപുരത്തേക്കല്ലേ ടിക്കറ്റ് എടുത്തത്? ഇത് പഞ്ചവടി വരെയേ എത്തിയിട്ടുള്ളൂ. കണ്ടക്ടർ വളരെ വിനയത്തോടെ പറഞ്ഞു. ഇന്നു കാലത്ത് കടന്തല റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിൽ അയാളെ കാണാൻ ആ ഗ്രാമത്തിലെ മുഴുവൻ പഴയ തലമുറക്കാരും എത്തിയിരുന്നു. പിന്നെയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. അവർ കാട്ടിക്കൂട്ടിയ ആദരവിൻ്റെ ചേഷ്ടകൾ കണ്ട് ഈ കണ്ടക്ടർ അന്തം വിട്ടിരുന്നു. ദൂരെ നിന്നും വന്നിരുന്ന കുടിയേറിപ്പാർപ്പുകാർക്ക് അയാളെ കണ്ട് വന്ദിക്കുവാൻ അവസരം നൽകാൻ കണ്ടക്ടർ 20 മിനിറ്റ് നേരത്തേക്ക് ബസ് നിർത്തി. ഒരു നല്ല പയ്യൻ, അയാൾ അപ്പോൾ മനസ്സിൽ കരുതി. ബസ് അയാളെയും ഇറക്കി മുന്നോട്ട് പോയി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇവരെയൊക്കെ കുടിയേറി പാർപ്പിച്ചതിൻ്റെ ആ ഒരു ആദരം അദ്ദേഹത്തിന് കിട്ടുന്നത് കണ്ടക്ടർ കണ്ടതുകൊണ്ട് ഇനി ഇവിടെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർ മറുത്തൊന്നും പറയാണ്ട് അവിടെ ഇറക്കുകയാണ്. അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നത് കുറച്ചും കൂടി അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ ഏതായാലും അവിടെ ഇറങ്ങി ബോട്ടാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് പഞ്ചവടിയിൽ ഇറങ്ങണം. അപ്പോൾ ബസ് അയാളെയും ഇറക്കി മുന്നോട്ട് പോയി. ബസ് കൈവിട്ട് പോയപ്പോൾ അയാൾക്ക് ഖേദം തോന്നി. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അയാൾ സ്വയം ചോദിച്ചു. തന്നോട് തന്നെ വെറുപ്പ് തോന്നി. എന്തിന് യാത്ര മുറിച്ചു? ഒരിക്കലും എത്തേണ്ടിടത്ത് എത്താതെ പോയത് ഈ ലക്ഷ്യം മറക്കുന്ന സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അയാൾ സ്വയം വിധിയെഴുതി. ഇപ്പോൾ താൻ എവിടെയാണോ എത്തേണ്ടിയിരുന്നത് അവിടെ ഒന്നും തൻ്റെ ജീവിതത്തിൽ എത്തിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? താനെ വേണ്ട രീതിയിൽ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലാത്തവനായതുകൊണ്ടാണ് കൂടി ചിന്തിക്കുക. ശരീരത്തിലെ കടൽക്കാറ്റ് അടിച്ചു. തൊട്ടപ്പുറത്ത് ഉപ്പുവെള്ളം കയറുന്ന ചതുപ്പ് നിലമാണ്. അതിൻ്റെ അപ്പുറത്തെ കടൽ. ഒട്ടും തടസ്സമില്ലാത്ത കടൽക്കാറ്റ്. പഞ്ചവടി ഗ്രാമത്തിൻ്റെ കവാടത്തിൽ പഴയ ഒറ്റയാൾ കുന്ന്. ഇന്നും കുന്നിൻ ചെരുവിൽ കാട്ടുമരങ്ങളുടെ കൂരിരുട്ട്. ആ കുന്നിൻ ചെരുവ് ഇന്നും മരങ്ങൾ ചോർത്തിയെടുക്കാതെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തെ പറ്റിയുള്ള ഓർമ്മകൾക്കും ക്ഷതമേറ്റിട്ടില്ല. അപ്പോൾ പ്രദേശത്തെക്കുറിച്ച് അങ്ങനെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ യാത്രയ്ക്ക് ഭംഗം വരുത്തിയതിൽ ഖേദം തോന്നിയില്ല. അയാൾ ജോലി ചെയ്തിട്ടില്ലാത്ത ഒരു പ്രദേശവും ഈ ദ്വീപ് നിരയിലില്ല. പക്ഷേ ഏറ്റവും രമണീയമായി തോന്നിയത് പഞ്ചവടി ഗ്രാമം തന്നെ. പഴയ മേപ്പിൽ പഞ്ചവടി പ്രദേശത്തിൻ്റെ പേര് ഹാപ്പി വാലി. സായിപ്പന്മാർ കൊടുത്ത റൊമാൻറ്റിക് പേരാണ്. ഹാപ്പി വാലി എന്നാണ് പഞ്ചവടി ഗ്രാമത്തിന് സായിപ്പ് കൊടുത്തിട്ടുള്ള പേര്. ഏതായാലും ആ പ്രദേശത്തിറങ്ങിയും താൻ അവിടെ പുനരധിവസിപ്പിച്ച ആളുകളെയൊക്കെ കാണാം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ചിന്തകൾ വന്നപ്പോൾ തോന്നിയതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. തോളിൽ ബാഗും തൂക്കി അയാൾ പഞ്ചവടി ഗ്രാമത്തിലേക്ക് നടന്നു. അന്നത്തെ ഒറ്റയടിപ്പാതയല്ല, എങ്കിലും പുതിയ റോഡും പഴയ കാട്ടരുവിയും കരയിൽ കൂടി തന്നെ. പഴയ കാട്ടരുവിയുടെ കരയിൽ കൂടി തന്നെ. ഇതിലെ എത്രയോ നടന്നിട്ടുണ്ട്. കൂടെ ശിപായി ഉണ്ടാവും, പേഴ്സണൽ ഓർഡർലി. എന്നാലും ഫലത്തിൽ നടത്തം ഒറ്റയ്ക്ക് തന്നെ. കാട്ടിൽ ജോലി ചെയ്ത പഴയ ശിപായിമാരാണെങ്കിൽ പറയുന്ന വേഗത്തിൽ മുന്നേറിപ്പോകും. കാട്ടിൽ ആദ്യമായി വരുന്ന ശിപായിമാരാണെങ്കിൽ വളരെ വളരെ പിന്നിലുമായിരിക്കും. പഞ്ചവടി ഗ്രാമത്തോടടുക്കുന്നു. ആ വഴി കടന്നു പോകുന്നവരൊക്കെ ചെറുപ്പക്കാരാണ്. ആരും പരിചയം നടിക്കാത്തതിൽ അത്ഭുതമില്ല. ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്ത് അയാൾ നിന്നു. എതിരെ വന്ന ചെറുപ്പക്കാരനോട് അയാൾ ചോദിച്ചു, ബിശ്വേശ്വർ ഗരാമി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അയാൾക്ക് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴേ താൻ പണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു. ശിപായിമാരെ കൂടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓർക്കണം. പിന്നെ പരിചയമുള്ള മുഖങ്ങളൊന്നും നടന്നപ്പോൾ കണ്ടില്ല, ചെറുപ്പക്കാരെയാണ് കാണുന്നത്. ഏതായാലും ഒരു ചെറുപ്പക്കാരനോട് ബിശ്വേശ്വർ ഗരാമിയെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബിശ്വേശ്വർ ഗരാമി ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം 22 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അവിടെ തിരിച്ചു വരുന്നത്. ഏതായാലും ബിശ്വേശ്വർ ഗരാമിയെ കുറിച്ച് ചോദിച്ചു. ഗരാമി ബാബ ഇപ്പോൾ ഇവിടെ വരും. ഞാൻ പോകുമ്പോൾ രംഗത്തേക്ക് പോകാൻ വീട്ടിൽ ഒരുങ്ങി നിൽക്കുന്നു. ഇവിടെ തന്നെ നിന്നാൽ മതി. ഒരു 5 നിമിഷത്തിനകം ഇവിടെ വരും.
അയാൾ ബാഗ് താഴെ ഇറക്കി വെച്ചു. ഗ്രാമത്തിലേക്ക് നോക്കി നിന്നു. നറുക്കിട്ടപ്പോൾ ആദ്യം കിട്ടിയ വീട് ബിശ്വേശ്വർ ഗരാമിയുടേതായിരുന്നു. ഈ ഗ്രാമത്തിലേക്ക് കടക്കുന്നിടത്തെ ആദ്യത്തെ വീട്. അന്നൊക്കെ വരിവരിയായി അടുത്തടുത്ത വീടുകൾ സർക്കാർ പണിതു കൊടുത്തിരുന്നു. ഈ വൻ കാടിൻ്റെ നടുവിൽ വന്നുപെട്ടവരായതുകൊണ്ട് കൂട്ടായി താമസിക്കുവാൻ അഭയാർത്ഥികൾ ആഗ്രഹിച്ചിരുന്നു. പിന്നെ നിലങ്ങൾ കൊടുത്തു. അഭയാർത്ഥികൾ കാടിനോട് ഇടപഴകി. സ്വന്തം ജീവനേക്കാൾ ഉപരി സ്വന്തം നിലം സംരക്ഷിക്കുക എന്ന സ്ഥാപിത താല്പര്യം വന്നു. വീടുകൾ പൊളിച്ച് സ്വന്തം നിലകളിൽ കൊണ്ടുപോയി ഓരോരുത്തരും സ്വന്തം രുചിക്കൊത്ത് കെട്ടിയിരിക്കുന്നു. അന്നൊക്കെ നിലങ്ങളുടെ നടുവിൽ കനത്ത കാട്ടുമരക്കുറ്റികൾ കാണാമായിരുന്നു. കുടിയേറി പാർക്കുവാർ അവയ്ക്ക് തീ കൊടുക്കുമായിരുന്നു. സന്ധ്യാനേരങ്ങളിൽ അവ കത്തിയും പുകഞ്ഞും ഇരിക്കും. അതൊരു ബീഭത്സമായ കാഴ്ചയായിരുന്നു. ഇന്നു കനത്ത മരക്കുറ്റികൾ മുഴുവനും ദഹിച്ച് വേരുപോലും പിഴുതെടുത്ത് നിലം വെടിപ്പാക്കി വരമ്പുകൾ ഇട്ടിരിക്കുന്നു. ഇവിടെ മഴ പെയ്യുന്നത് അയാൾ എത്രയോ നോക്കിയിരുന്നിട്ടുണ്ട്. മലഞ്ചെരുവിൽ വെള്ളിനൂലു കണക്കെ മഴത്തുള്ളികൾ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് നോക്കിയിരുന്നിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അവിടുത്തെ ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വിവരണം തന്നു. കാരണം കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ പുനരധിവസിപ്പിച്ചവരായതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ച് താമസിക്കാനായിരുന്നു താല്പര്യം. ഒരു ഗ്രാമം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ അവർ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് നന്നാക്കി അവിടെയൊക്കെ ഇതിനേക്കാൾ നല്ല വീടുകളൊക്കെ വെച്ച് അങ്ങോട്ട് മാറിയിരിക്കുന്നു എന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് അദ്ദേഹം പറയും. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പിന്നെ ചെയ്യുന്നത്. 3-4 പ്രായം ചെന്ന മനുഷ്യർ ദൂരെ നിന്നും വരുന്നത് കാണാമായിരുന്നു. അടുത്ത് വരുംതോറും അയാൾ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. പക്ഷേ ബിശ്വേശ്വർ ഗരാമിയുടെ പേര് മാത്രം ഓർമ്മയിലുണ്ട്. ബിശ്വേശ്വർ ഗരാമിയുടെ കാലിന് മാത്രം എന്തോ അപാകത തോന്നുന്നു. വാദം പിടിച്ചു കാണും. അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നതുകൊണ്ടാവാം 4 പേരും അടുത്തു വന്നപ്പോൾ നിന്നു. എന്നെ മനസ്സിലായില്ലേ? അയാൾ ചോദിച്ചു. 4 പേരും എന്താണ് പറയേണ്ടതെന്നറിയാതെ മിഴിച്ചു നിന്നു. സ്വയം പരിചയപ്പെടുത്തേണ്ടി വരുമോ? അയാൾ ലജ്ജിച്ചു. പെട്ടെന്നാണ് അയാൾ പറഞ്ഞത്, അങ്ങനെയല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ പഴയ കോളനൈസേഷൻ അസിസ്റ്റൻ്റ് ആഫീസറല്ലേ? അയാൾ അതേ എന്ന് പറഞ്ഞില്ല. ഇതിനകം 4 പേരും നേരെ മുമ്പിൽ വന്ന് കൈകൂപ്പി ശിരസ് കുനിച്ചു നിന്നു. അപ്പോൾ ഒരാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയല്ലേ, അല്ലെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കൂ എന്ന് പറയാം. രംഗത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? പൊക്കോളൂ. ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ബേട്ടാപുരത്തേക്ക് പോകും. ആദ്യം നമുക്ക് വീട്ടിൽ പോകാം, പിന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം, ബിശ്വേശ്വർ ഗരാമി പറഞ്ഞു. നമ്മുടെ പഴയ ഓഫീസറെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ നടന്നോളൂ. ഈ കാരണം കൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് അവിടെ പറയണം. മറ്റുള്ളവർക്കും അയാളെ വിട്ടിട്ട് പോകാൻ മനസ്സില്ലായിരുന്നു. കുറച്ചു നേരം കൂടെ നിന്നിട്ട് അവർ തൊഴുകൈയോടെ യാത്ര പറഞ്ഞിട്ട് പോയി. കാരണം അവർക്ക് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. അത് തിരിച്ചു കിട്ടിയത് ഇദ്ദേഹം കാരണമാണ്. അതുകൊണ്ട് അവിടെ പുനരധിവസിപ്പിക്കപ്പെട്ട എല്ലാവർക്കും തന്നെ ഇദ്ദേഹത്തോട് വളരെയധികം മമത ഉണ്ട്. പക്ഷെ ബിശ്വേശ്വർ ഗരാമിയുടെ കാര്യം കുറച്ചും കൂടി കടന്നു പോയതായിരുന്നു എന്ന് പറയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വെടിവെപ്പുണ്ടായി. 2 ബംഗാളി വിദ്യാർത്ഥികൾ മരിച്ചു. ഇന്ന് അതിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് രംഗത്ത്. അപ്പോൾ അയാൾ ഓർത്തു, ബംഗാളികളല്ലേ, വെടിവെപ്പും മീറ്റിങ്ങും ഒക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ, എവിടെ ചെന്നാലും. എന്നിട്ട് അവരങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പഞ്ചവടി ഗ്രാമത്തിൻ്റെ നടുവിൽ കൂടി ഒഴുകുന്ന കാട്ടരുവിയും കടന്ന്, പണ്ടൊക്കെ ഈ കാട്ടരുവിയുടെ ഇരുഭാഗത്തും ചൂരൽക്കാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ചൂരൽക്കാടുകളില്ല, കാട്ടരുവി വറ്റിക്കിടക്കുന്നു. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ബിശ്വേശ്വർ ഗരാമി വിളിച്ചു പറയാണ്, പെൺകുട്ടികളുടെ അമ്മയും ഒന്ന് പുറത്തേക്ക് വന്നേ, നോക്കൂ ആരാ വന്നിരിക്കണത്. അപ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. പഴയ ഉയരത്തെ തോൽപ്പിക്കും വിധ ശരീരവും കൊഴുത്തിരിക്കുന്നു. വളരെ തുടുത്ത കവിളുകൾ നല്ലവണ്ണം മുറുക്കി ചുവപ്പിച്ചിരിക്കുന്നു. വീതി കൂടിയ നെറ്റിയിൽ ഒരു വലിയ സിന്ദൂരപ്പൊട്ട്, തികച്ചും മാദകം. ഇങ്ങനെ ഒരവസ്ഥയിലാണ് അന്ന് അവളെ കണ്ടിരുന്നെങ്കിൽ അനുകമ്പയല്ല, അതിലും കടുപ്പമുള്ള എന്തെങ്കിലുമായിരിക്കും അവളോട് തോന്നുക എന്ന് ഇദ്ദേഹം അങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അവൾ അമ്പരന്ന് നിന്നു. പിന്നെ ഓടി വന്ന് കാലിൽ തൊട്ട് നെറുകയിൽ വെച്ചു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. നിന്നെ ഒരിക്കലും
കരയാതെ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇദ്ദേഹം അവളോട് ഇങ്ങനെ പറയും. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇത് അന്നത്തെ കരച്ചിലല്ല, ഇത് സന്തോഷം കൊണ്ട് ഉള്ള കരച്ചിലാണ്. കയറിയിരിക്കൂ, അവൾ അകത്തേക്ക് പോയി. അപ്പം അങ്ങനെ അവരുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ഇപ്പം അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞത്. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കാണുന്ന മാതൃകയിൽ തന്നെ വീട് ഉണ്ടാക്കിയിരിക്കുന്നു. താമസിക്കുന്ന വീട് നടുവിലും ചെറിയ കുറേ വീടുകൾ ചുറ്റുമായിട്ട് വെപ്പുപുര, നെല്ലുകുത്തുപുര, നെല്ലുകുത്തുന്ന ഡെക്കി എന്ന മരത്തിൻ്റെ യന്ത്രം കിടക്കുന്നു. അതിൽ ചവിട്ടിയാണ് നെല്ല് കുത്തുക. അപ്പം അങ്ങനെയുള്ള ബംഗാളികളുടെ രീതികളൊക്കെ അവിടെയും കാണാനായിട്ടുണ്ട്. അപ്പോൾ അവളൊരു ചായയും 2 പുഴുങ്ങിയ താറാവ് മുട്ടകളും കൊണ്ടുവന്ന് വെച്ചു. കഴിക്കും, അല്പസമയത്ത് അതിനകം ഊണ് തയ്യാറാവും. ഇനി ഇതിനു പുറമെ ഊണ് കഴിക്കാതെ പോകുമെന്നോ? ഇന്ന് ഞങ്ങൾക്കെല്ലാം സമൃദ്ധിയായി ഉണ്ട്. വിറ്റതു കഴിച്ച് ഇനിയും കുറയാതെ 100 മന്നെ നെല്ല് കിടക്കുന്നു ഞങ്ങളുടെ മുളങ്കൂടകളിൽ. ബംഗാളികൾ നെല്ല് സൂക്ഷിക്കുന്നത് വലിയ മുളങ്കൂടകളിലാണ്. അപ്പോൾ അയാൾ ചായ കുടിച്ചു. സമൃദ്ധമായി ആട്ടിൻപാൽ ഒഴിച്ച ചായ. എത്രയോ കാലങ്ങളായി ആട്ടിൻപാൽ ഒഴിച്ച ചായ കുടിച്ചിട്ട്. അപ്പോൾ അവൾ പറയുകയാണ്, പണ്ടത്തെ പോലെ ദാരിദ്ര്യമൊന്നും അല്ലെന്ന് ഞങ്ങൾക്ക് അന്നത്തെ ആ പുനരധിവാസത്തിൽ കിട്ടിയ ഭൂമി വെച്ച് ഇഷ്ടം പോലെ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറ് ഇന്ന് അതിഥിയായിട്ട് ഇവിടുന്ന് ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി